നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ തീം. അമേൻ. ആ വാക്യം നമുക്ക് ഒന്ന് പ്രാരംഭമായി ഒന്ന് വായിക്കാം. അമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. വെളിച്ചം പ്രകാശിക്കുന്നത് ഇരുളിലാണ്. സ്തോത്രം, ഇരുളിലാണ്. നമുക്കെല്ലാവർക്കും കർത്താവ് വെളിച്ചം നൽകിയിട്ടുണ്ട്. വെളിച്ചം നൽകാത്തവ ആരും ദൈവം സഭയിലില്ല. നമ്മളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്. സ്തോത്രം, അമേൻ. പക്ഷേ നക്ഷത്രവും തമ്മിൽ വെളിച്ചം കൊണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വെളിച്ചങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ലഭിച്ച വെളിച്ചം എന്ത് ചെയ്യണം? പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കരിന്തിരിയായി പോകാൻ സാധ്യതയുണ്ട്, കെട്ടുപോകാൻ സാധ്യതയുണ്ട്, മങ്ങിയ നിലവാരത്തിൽ കത്താൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതിൻ്റെ നടുവിലാണ് ഈ ഉപവാസ പ്രാർത്ഥന ദൈവ നിയോഗത്താൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവസഭയിലുള്ള എല്ലാ വ്യക്തിജീവിതങ്ങളും ആമേൻ നിങ്ങൾ കത്തി ജ്വലിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെല്ലാം ആമേൻ സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങൾ മുഴുവനും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് വായിച്ച സങ്കീർത്തനം 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദും ആ വചനം തന്നെയാണ് പ്രാരംഭത്തിൽ പറയുന്നത്. 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. ഭൂമിയിൽ മനുഷ്യൻ പേടിക്കുന്നത് ഇരുളിനെയാണ്. സ്തോത്രം. ഇരുട്ടില്ലെങ്കിൽ നമുക്ക് ഭയമില്ല. സ്തോത്രം. ഇരുളുള്ളത് കൊണ്ടാണ് ഇരുട്ടിൻ്റെ പ്രവർത്തികൾ. ഒരു ചെറിയ ഉറുമ്പ് നമ്മളെ കടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇരുളുകൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെളിച്ചമുണ്ടായിരുന്ന കാലത്ത് ആദാമിനെ ഹവ്വായെ ഒരൊറ്റ ഉറുമ്പ് എന്ത് ചെയ്യത്തില്ലായിരുന്നു? കടിക്കുമായിരുന്നോ? കടിക്കത്തില്ലായിരുന്നു. പാമ്പ് കൊത്തുമായിരുന്നോ? കൊത്തത്തില്ലായിരുന്നു. സിംഹം കടിച്ചു കയറുമായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. സ്തോത്രം. നിർഭയം മനുഷ്യൻ സഞ്ചരിച്ച ഒരു കാലം. ഒരു ഭയവും അവിടെയില്ല. വഴുതി വീഴുവോ എന്നുള്ളൊരു പേടിയുണ്ടോ? ഇല്ല. സ്തോത്രം. ഇതുപോലെയുള്ള സകല ഭയങ്ങൾ വന്നത് എപ്പോഴാണ്? ഇരുള് വന്നതിന് ശേഷമാണ്. സ്തോത്രം. മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഭയങ്ങൾ കയറി വരുന്നത്. ഒരു രോഗം വന്നാൽ ഉടനെ ഭയം, ഭയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചമുള്ള കാലത്ത് എന്തില്ല? രോഗമില്ല, ഭയപ്പെടാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇനി നമ്മൾ സ്വർഗരാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അനുഭവിക്കാൻ പോകുന്നു. അത് തന്നെയാണ്. അവിടെ ഭയം ഇല്ല. കാരണം അവിടെ എന്തില്ല? ഇരുൾ അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇരുണ്ടുപോയ ഈ അന്ധകാരത്തിൽ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ പ്രകാശമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് ഭയം എന്നറിയാവോ? വിളക്കില്ലാത്തവർക്കാ ഭയം. പ്രൈസ് ദി ലോർഡ്. കൂരിരുട്ടിൽ കൂടെ പോകാൻ പറഞ്ഞ പേടിയാണ്. ഉടനെ പറയും എന്തോ ഈ ടോർച്ച്. സ്തോത്രം. വെളിച്ചമുണ്ടെങ്കിൽ അല്പം ഭയം മാറത്തില്ലേ? മാറും. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മോടും പറഞ്ഞിരിക്കുന്നത്. ഈ അന്ധകാരത്തിൽ നിങ്ങൾ ആരാണ്? അത്ഭുത പ്രകാശത്തിൽ സഞ്ചരിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്താൻ ഏതെല്ലാം ഇരുട്ടിൻ്റെ ശക്തികൾ കടന്നു വന്നാലും ധൈര്യത്തോടെ വിളിച്ചു പറയണം, ആമേൻ, യഹോവ എൻ്റെ ജീവന്റെ ബലം.
ആമേൻ, ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ എൻ്റെ വെളിച്ചം, യഹോവ എൻ്റെ രക്ഷ. ഈ മൂന്ന് കാര്യമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ വചനത്തിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവ എൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ വെളിച്ചം. ഭയം നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ വെളിച്ചക്കുറവാണ്. വെളിച്ചക്കുറവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ മറവിലാണ് കൂടുതലും ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, എപ്പോഴും മനുഷ്യർ നല്ല വെളിച്ചം വീടുകളിൽ എന്ത് ചെയ്യും? വീടുകളിൽ ഉപയോഗിക്കും. നമുക്ക് പേടിയാ കറണ്ട് ചാർജ് കൂടുമോന്ന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ല, ഇനിയിപ്പോൾ കറണ്ട് ചാർജ് കൂടാൻ പോവുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വലിയ വോൾട്ടേജ് ഉള്ള ബൾബൊന്നും വേണ്ട. എല്ലാ ബൾബും കൂടി ഇട്ട് വലിയ വെളിച്ചമൊന്നും ആക്കണ്ട. അത് ഇരുട്ടിൻ്റെ ശക്തിക്ക് ഒരു താപ്പും കൂടെയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പതുങ്ങിക്കിടക്കാനും പതുങ്ങി വരാനും മറഞ്ഞിരിക്കാനൊക്കെ ഇരുള് എപ്പോഴും ആഗ്രഹിക്കുക. ആ വെളിച്ചമൊന്നും മങ്ങിയിരുന്നെങ്കിൽ നിന്നെ വീഴ്ത്തായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ വീഴ്ത്തായിരുന്നു. അമേ, അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ പകർന്നിട്ടുള്ള ആത്മീക വെളിച്ചം, ഹല്ലേലൂയ, നിന്നിൽ നിന്ന് കുറഞ്ഞു പോയാൽ പിശാചിൻ്റെ ആഗ്രഹമാണ് നിന്നെ എനിക്ക് വീഴ്ത്താൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുന്ന വാക്ക് കേട്ട്, യഹോവ എൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചമുള്ളിടത്തോളം കാലം ഒരു ഇരുളിനും എന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് ഓരോ വെളിച്ചമുള്ള വ്യക്തികൾ പറയേണ്ട, ദാവീദ് മാത്രമല്ല. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും പറയണം. ഇന്ന് വക നീ ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ, ഭീഷണിയുടെ മുമ്പിൽ നീ വ്യതിചലിച്ച് തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയണം, യഹോവ എൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആരെ പേടിക്കും? വെളിച്ചമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ ഏതെങ്കിലും പേടി നിന്റെ അടുത്തുകൂടെ വരുന്നുണ്ടെങ്കിൽ, നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കണം. അതിനുള്ള അധികാരം വെളിച്ചത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. യഹോവ എൻ്റെ വെളിച്ചം. ആമേ, ഞാൻ ഇരുളിനെ ജയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു കുഞ്ഞു മിന്നാമിനിങ്, ഒരു കുഞ്ഞു മിന്നാമിനിങ് അത് അന്ധകാരങ്ങളിലൂടെ പറന്നു പോകുമ്പോൾ അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു ചെറിയ വെളിച്ചമുണ്ട്. ആ മിന്നാമിനിങ് പറയുന്നത് എന്നറിയാവോ? അമ്മേ, ഞാൻ ഈ അന്ധകാരത്തെ ഉള്ള വെളിച്ചം കൊണ്ട് ഞാൻ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത്ര വലിയ സൂര്യനെ നീ സൃഷ്ടിച്ചു. ആമേൻ. സ്വത്ര. എൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു ചിരി വെട്ടം തന്നിരിക്കുകയാണ്. സ്വത്ര. അതുകൊണ്ട് എനിക്ക് പേടിയാ, ഞാൻ പുറത്തിറങ്ങത്തില്ലെന്ന് ഒരു മിന്നാമിനെങ്ങും പറയുന്നില്ല. നിനക്ക് ദൈവം തന്ന വെളിച്ചം മതി ഈ ഇരുളിനെ ജയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് കർത്താവ് പറയുകയാ, നീ മറ്റുള്ള വെളിച്ചം പോലെ ആയിട്ട് ജ്വലിക്കാമെന്ന് നിൽക്കണ്ട. നിനക്ക് ദൈവം തന്ന വെളിച്ചം മതി. ആമേൻ. ഈ ഇരുളിനെ പ്രകാശിപ്പിക്കാൻ, ആ ഇരുൾ നിന്നെ പിടിച്ചെടുക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് അമ്മയെ പോലെ അഭിഷേകമില്ല, പപ്പയെ പോലെ അഭിഷേകമില്ല, ചേട്ടനെ പോലെ അഭിഷേകമില്ല എന്നൊക്കെ നമ്മൾ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ വെളിച്ചമൊക്കെ വേറെയാകട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാരൻസിന്റെ വെളിച്ചം വേറെയാ, നമ്മുടെ അധ്യാപകരുടെ വെളിച്ചം വേറെയാ, സജി പാസ്റ്ററുടെ വെളിച്ചം വേറെയാ. ഹല്ലേലൂയ. നമ്മുടെ സെൻട്രൽ പാസ്റ്ററുടെ വെളിച്ചം വേറെയാ. നമുക്കൊന്നും അവരെ പോലെ പ്രകാശിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് ദൈവം തമ്പുരാൻ ഒരു വെളിച്ചം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വെളിച്ചമാ അധികാരത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വെളിച്ചമാ നീ ജ്വലിപ്പിക്കേണ്ടത്. ആ വെളിച്ചമാ കെടാതെ സൂക്ഷിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഈ ആലപ്പുഴ പട്ടണത്തിൽ എൻ്റെ കർത്താവ് നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ അന്ധകാരത്തിൽ നീ ജ്യോതിസ് പോലെ പ്രകാശിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവന്റെ ബലം. ഇങ്ങനെ പറഞ്ഞോണ്ട് പോകുമ്പോ ഒരു മച്ചിങ്ങ വീണ, അയ്യോ, ഒരു മച്ചിങ്ങ വീണതാ, പേടിച്ചു പോയി. അയ്യോ. സ്തോത്രം. യഹോവ എൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ? സ്തോത്രം.
പ്രൈസലോ. നമുക്ക് ഈ വചനമുള്ളു കേട്ടോ, ഇത് ഉള്ളിലില്ല, ഇത് ഉള്ളിൽ കത്തണം, ഉള്ളിൽ കത്തണം. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ജീവഭണ്ഡാരത്തിൽ കെട്ടിയിരിക്കുക. സ്തോത്രം. ദൈവം അറിയാതെ എൻ്റെ ജീവൻ എന്ത് ചെയ്തില്ല, പോകത്തില്ല. പിന്നെ എന്തിനാ ടെൻഷൻ? എൻ്റെ ജീവന്റെ ബലം ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അല്ല, ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എൻ്റെ ജീവന്റെ ബലം എന്താ? എൻ്റെ ജീവന്റെ ബലം എൻ്റെ ദൈവമാകുന്നു. യഹോവ എൻ്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവനെ അപഹരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവന് വിരോധമായി ഏതെങ്കിലും മരണശക്തി, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം, യഹോവയാണ് എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലേ, നമ്മൾ തനിച്ചേ വീട്ടിലുള്ളൂ. രാത്രിയിൽ ആമേ പെട്ടെന്ന് പിന്നാമ്പുറത്ത് ഒരു അനക്കവും വാതിലൊരു മുട്ടിലും ഉടനെ നമ്മൾ ചെയ്യുന്ന എന്നതാ, ലൈറ്റ് അങ്ങ് ലൈറ്റ് ഓഫാക്കും. കൂടുതൽ പേരും അതാ ചെയ്യുന്നത്. കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ആരും ഇല്ലെന്ന് അറിയിക്ക. വെളിച്ചം കണ്ടല്ലേ വന്നതാള്. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം കണ്ടല്ലേ വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഉള്ള ലൈറ്റ് മുഴുവൻ ഇടണം. അതിനുവേണ്ടി ഇപ്പോഴത്തെ ക്രമീകരണമാണ്, ഒറ്റ സ്വിച്ച് ഇട്ടാൽ മതി. വെച്ചിട്ടില്ലേ? അത് കെടുത്തരുത്. സ്തോത്രം. എല്ലാ സ്വിച്ചും ഓടിച്ചെന്ന് എല്ലാ മുറിയിലും ഓടിച്ചെന്ന് ഇടേണ്ട ആവശ്യമില്ല. ഒറ്റ സ്വിച്ച് ഇട്ടാൽ മതി, വീട് മുഴുവൻ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ വെളിച്ചത്തിൻ്റെ പ്രത്യേകത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അത് രോഗമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, സാത്താന്യമാകട്ടെ, എന്തു തന്നെയായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, കത്തി ജ്വലിച്ചോണം. നീ വിളക്ക് കെടുത്തരുത്. അന്ധകാരത്തിനോട് നീ ഇടചേരരുത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ നീ കൂട്ടാളിയാകരുത്. അതിനെ ശാസിക്കേണ്ടത് വെളിച്ചം കൊണ്ടാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ ആരെ പേടിക്കും? വെളിച്ചം എന്നും ജയാളിയാണ്. വെളിച്ചത്തിന്റെ വെല്ലുവിളിയാ. ഞാൻ ആരെ പേടിക്കും? ഒരു ഇരുട്ടിനും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് വെളിച്ചത്തിന്റെ അധികാരം. ഒരു ഇരുട്ടിനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഈ യഹോവ എൻ്റെ വെളിച്ചവും യഹോവ എൻ്റെ രക്ഷയും യഹോവ എൻ്റെ ജീവന്റെ ബലവും ആകയാൽ. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് ചെയ്ത ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം, 1 ശമൂവേൽ 30-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ആ ആ ആ ആ ആ ആ സ്തോത്രം, ഹല്ലേലൂയ. ഈ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് ശൗലിൻ്റെ മുൻപിൽ, ശൗല് ദാവീദിൻ്റെ എന്നും ബദ്ധ ശത്രുവായിരുന്നു. ശൗലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദാവീദ് ഒരു 600 പേരെയും കൂടെ കൂട്ടി. സ്തോത്രം, 600 പേരെയും കൂടെ കൂട്ടി ഗത്ത് രാജാവായ ആകീശിനെ ചെന്ന് അഭയം ചൊല്ലി. സ്തോത്രം, ഗത്ത് രാജാവ്. സ്തോത്രം. ഗത്ത് രാജാവ് എന്ന് പറഞ്ഞാൽ ഗത്തിനായ മല്ലനായ ഗോലിയാത്തിനെ ഈ ദാവീദ് തകർത്തതാ.
ആ രാജ്യത്തെ രാജാവിൻ്റെ അടുക്ക് ചെന്ന ദാവീദും ഈ 600 പേരും കൂടെ അഭയം ചൊല്ലി, ഞങ്ങളെ ഇവിടെ പാർപ്പിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ദേശത്ത് പാർക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അങ്ങനെ ആഗീശ് രാജാവ് ദാവീദിനോടും ദാവീദിൻ്റെ ഭാര്യമാരോടും മക്കളോടും ഈ 600 പേരോടും അവരുടെ കുടുംബങ്ങളോടും ഒക്കെ കരുണ കാണിച്ച് ദാവീദിന് പാർക്കാൻ ഗത്ത് ദേശത്ത് കൊടുത്ത സ്ഥലമാണ് സിക്ലാഗ്. സ്തോത്രം. സിക്ലാഗ് എന്ന് പറയുന്ന ദേശത്ത് ഈ ദാവീദും തൻ്റെ കുടുംബവും ഈ 600 പേരും കൂടെ താമസിക്കുക. സ്തോത്രം. അങ്ങനെ അവിടെ താമസിച്ചു വരുന്ന സമയം ദാവീദ് ആഗീശ് രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോയി. അപ്പോൾ ഫെലിസ്ത്യ സൈന്യവും ആഗീശ് ഇവരെ ഒന്നിച്ച് പുറപ്പെടുക. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഫെലിസ്ത്യർ പറഞ്ഞു, ഈ ദാവീദിനെ കൂട്ടരുത്, അവൻ നമുക്കിട്ട് പണിയും. കാരണം നമ്മുടെ നേതാവിനെ ചില വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്ത് ചെയ്തതാ, അവൻ കൊന്നു കളഞ്ഞതാ. അതുകൊണ്ട് ദാവീദിനെ ഒഴിവാക്കണം. അപ്പോൾ ആഗീശ് രാജാവ് പറഞ്ഞു, ഇത്രയും കാലം എൻ്റെ കൂടെ പാർത്തിട്ട് എനിക്കൊരു ദോഷം ഇവൻ എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാവീദിനോട് ആഗീശ് രാജാവ് പറഞ്ഞു, ദാവീദേ, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല, പക്ഷേ ഫെലിസ്ത്യർക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് നീ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു, യുദ്ധത്തിന് വരണ്ട. അങ്ങനെ ദാവീദ് യുദ്ധത്തിന് പോകാതെ തിരിച്ച് സിക്ലാഗിൽ വന്നു. സിക്ലാഗിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബവും ഈ 600 പേരും ഉണ്ട്, അവരുടെ കുടുംബവും താമസിച്ച സ്ഥലം മുഴുവൻ പുകയുന്നു. മുഴുവൻ ശത്രുക്കൾ തീയിട്ട് നശിപ്പിച്ചു. ഒരൊറ്റ മനുഷ്യരവിടെയില്ല. എല്ലാവരും എന്ത് ചെയ്തു? ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി. അമാലേക്കിൻ്റെ സൈന്യം വന്ന് പിടിച്ചോണ്ട് പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 30-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 4-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും ഉറക്കെ കരഞ്ഞു. നിങ്ങൾ ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ അവിടെ നിങ്ങളുടെ വീടും ഇല്ല, ഒന്നുമില്ലാത്തൊരു അനുഭവം ചിന്തിച്ചു നോക്കി. സ്തോത്രം. എല്ലാം തകർത്ത തരിപ്പണമായിരിക്കുക. വീട്ടിലുള്ളവരാരും അവിടെ ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഈ 400 പേര് ദാവീദിനെതിരെ തിരിഞ്ഞു. നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കും ഈ ഗതി വന്നത് എന്ന് പറഞ്ഞ് ദാവീദിനെ കല്ലെടുത്തെറിയാൻ വേണ്ടി അവർ ഒരുങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്ന് തൻ്റെ കുടുംബം പോയ വേദന, 2 കൂടെ നിൽക്കുന്നവർ ഇപ്പം കല്ലെടുത്ത് എറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ നടുവിൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാ അതിൻ്റെ കാരണം? യഹോവ എൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ രക്ഷ. ഈ 3 കാര്യം ദാവീദിന് ഉറപ്പുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിൽ ദാവീദ് കുലുങ്ങിപ്പോയില്ല. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്നു പകൽ ഇരുട്ടിൻ്റെ ശക്തികൾ ഏതെല്ലാം നിലയിൽ നിന്നെ ക്ഷീണിപ്പിച്ചാലും നീ കൃപയിൽ ധൈര്യപ്പെട്ടോണം. നിന്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ബലമുണ്ട്. ആ ബലം നഷ്ടപ്പെടുത്താതെ ആ വെളിച്ചം ഇന്ന് പകൽക്കാല യേശുവിൻ്റെ നാമത്തിൽ നീ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. അവിടെ നിനക്ക് ജയമുണ്ട്. സ്തോത്രം. ദൈവത്തിൽ ധൈര്യപ്പെട്ട് ഈ പ്രശ്നം വന്നാലേ നമ്മളും കൂടെ കൊഴിഞ്ഞു പോയി എന്നെ ചെയ്യും. ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി ആദ്യം അലമുറയിടുന്നത് ആരാ? അമ്മമാരാണ്. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയില്ല, അവർ വീണ് കിടന്ന് എന്ത് ചെയ്യും? ഉരുളും. അപ്പന്മാർ അന്നേരത്തേക്ക് പോയി വണ്ടി പിടിച്ചിട്ട് വന്ന് കാണും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അവർക്കവിടെ വീഴാൻ പറ്റുമോ? അവർക്കവിടെ വീഴാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? അവരവിടെ ഉറച്ചു നിൽക്കും. സ്തോത്രം. ഇത്ര വലിയ കഷ്ടത്തിലായിട്ടും
ദാവീദ് ധൈര്യത്തോടെ നിൽക്കാൻ കാരണം യഹോവ എൻ്റെ ജീവന്റെ ബലം, എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ ജീവന്റെ ബലം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവന്റെ ബലം എൻ്റെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ശത്രുവിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ദാവീദിന് വലിയ വിശ്വാസമായിരുന്നു. ധൈര്യമുള്ള വ്യക്തിക്ക് രണ്ടാമത് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ പ്രയാസത്തിൻ്റെ നടുവിൽ ആത്മാർത്ഥമായി ഒന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നിനക്ക് അതിന്മേൽ ധൈര്യം ഉണ്ടാകണം. ഉപവസിക്കണമെങ്കിൽ നിനക്ക് അതിനൊരു ധൈര്യം ഉണ്ടാകണം. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ഒരു ധൈര്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ധൈര്യത്തിൽ ദാവീദ് ചെയ്ത 2 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടവര്. സ്തോത്രം. ആമേൻ. ഇന്ന് ദൈവത്തിൽ പ്രത്യാശയുള്ളവർ നിങ്ങളുടെ വിഷയം എന്തു തന്നെയായാലും ഈ 2 കാര്യം ചെയ്യണം. 1 30-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. ഇതിനപ്പുറത്തൊരു ഉറപ്പ് വേണോ? ദൈവത്തോട് ഫസ്റ്റ് ആലോചന ചോദിക്കുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എടുത്തു ചാടരുത്. പ്രശ്നം വരുമ്പോൾ കിണറ്റിലെടുത്ത് ചാടരുത്. വേദപുസ്തകം അടച്ചു വയ്ക്കരുത്. നിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലും പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന സമയത്തും ദൈവത്തോട് നീ ആലോചിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമാലേക്ക് വന്ന് സകലത്തെയും പിടിച്ചു കൊണ്ടുപോയി. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ എത്തിപ്പിടിക്കുവോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിക്കുക. അവൻ്റെ പക്കൽ അരുളപ്പാടില്ലാതെ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദേ, നീ എന്നെക്കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? ദാവീദ് പറഞ്ഞു, നീ എൻ്റെ രക്ഷകനാണ്. ദൈവം പറഞ്ഞു, അത് സത്യമാ, ഞാൻ നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ തലമുറകളെ ഞാൻ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദേ, നീ എന്നെക്കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? നീ എൻ്റെ ജീവന്റെ ബലമാണ്. അങ്ങനെയെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും ജീവന്റെ ബലം ഞാൻ തന്നെയാണ്. ദാവീദേ, നീ എന്താ എന്നെക്കുറിച്ച് വിശ്വസിക്കുന്നത്? യഹോവ എൻ്റെ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ ഇന്നും ഞാൻ നിന്റെ വെളിച്ചമാ, നീ പിന്തുടരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്തുടരാൻ പറഞ്ഞു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. ആമേൻ. അങ്ങനെ യഹോവയോട് ആലോചന ചോദിച്ച് ദാവീദ് പിന്തുടർന്നു. ആലോചന കിട്ടിയാൽ പിന്നെ അവിടെ ചവിട്ടി നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ ഉപവസിക്കാൻ ദൈവം ഒരു ആലോചന തന്നാൽ പിന്നെ അതും ഇതും പറഞ്ഞ് എന്ത് ചെയ്യരുത്? നിൽക്കരുത്, ഇറങ്ങിക്കോണം. പ്രൈസ് ദി ലോർഡ്. നീ പിടിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും നീ അവരെ എത്തിപ്പിടിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. അങ്ങനെ ദാവീദും ഈ 400 പേരും കൂടെ പോകുമ്പോൾ ഒരു അമാലേക്കിൻ്റെ ബാല്യക്കാരനെ കണ്ടു. സ്തോത്രം. അമാലേക്കിൻ്റെ ബാല്യക്കാരനെ ദാവീദ് കണ്ട് അവനെ പിടിച്ചു. അവനോട് ചോദിച്ചു, ഞങ്ങളുടെ ആൾക്കാരെ ഇതിലെങ്ങാനും വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് നീ കണ്ടോ? സ്തോത്രം. ഉടനെ ആ ബാലിക്കാൻ പറഞ്ഞു, അങ്ങനെ കൊല്ലത്തില്ലെങ്കിൽ ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം ദാവീദിന് കലി കാണും. ആരോട്? അമാലേക്കിനോട് മുഴുവനോടും. അങ്ങനെ കൊല്ലത്തില്ലെങ്കിൽ ഞാൻ വഴി കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ കൊല്ലത്തില്ല. അവൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മക്കളെ, തൻ്റെ ഭാര്യമാരെ, തൻ്റെ സകല സമ്പത്തിനെയും അപഹരിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയ വഴി അവൻ കാണിച്ചു കൊടുത്തു. ആ വഴിയെ ദാവീദ് നടന്ന് മുൻപോട്ട് ചെന്നപ്പോൾ കണ്ട കാര്യം ഒന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ? അങ്ങനെ ദാവീദ്, സ്തോത്രം, അവന്റെ പിന്നാലെ ചെന്നു. 3 ദിവസമായി ഭക്ഷണമില്ല, വെള്ളമില്ല. പിന്തുടരുകയാണ്. സ്തോത്രം. അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ
ദൂരെ വെച്ച് കണ്ടത് എന്നാന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ ഭൂതലത്തിൽ പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തും യഹൂദ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. അമാലേക്ക് ഇവിടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കും, അവിടെ തീറ്റയും കുടി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല വലിയ ഉത്സവം കൊണ്ടാടുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനത്തെ അപഹരിച്ചതിൻ്റെ ഉത്സവം. സിക്ലാഗ് പിടിച്ചതിൻ്റെ സന്തോഷം ആഘോഷമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചേ, നിന്റെ നന്മ അപഹരിച്ച് പിശാച് എവിടെയെങ്കിലും ഘോഷിക്കുന്നുണ്ടോ? നിന്റെ മേൽ ജയമെടുത്തതിൻ്റെ പേരിൽ അവൻ തിന്നുകയും കുടിക്കുകയും കൂത്താടുകയും ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അതിനെ ഇന്ന് പകൽക്കാലം പിടിച്ചടക്കാൻ പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിന്റെ നന്മയെ അന്ധകാര ശക്തി എവിടെയെങ്കിലും പിടിച്ചു കെട്ടി, ഹല്ലേലൂയ, അവിടെ ഉത്സവം ഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പെരുന്നാൾ ഉത്സവമൊക്കെയാണ്. ഇത്ര പേരെ ഞാന് ആലപ്പുഴയിൽ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഇത്ര കുടുംബത്തെ ഞാൻ തകർത്തു. ഇത്ര പേരുടെ രക്തം ഇന്ന സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്, ആ സ്ഥലത്ത് എത്തുമ്പോഴേക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകും. ഇത്ര പേരുടെ രക്തം ഞാൻ കുടിച്ചു. കൊടി ഉയർത്ത് അതാ ചില ഉത്സവങ്ങൾ. ഇവിടെ നോക്കിക്കേ, വലിയ ഉത്സവം. പിന്നെ കാരണം ദാവീദിന്റെ കുടുംബം, അഭിഷക്തന്റെ കുടുംബം, ദൈവത്തിന്റെ ബലമായി നിൽക്കുന്നവന്റെ കുടുംബം, ദൈവം പ്രകാശമായി നിൽക്കുന്നവന്റെ കുടുംബം, അവന്റെ തലമുറയുന്ന എന്റെ കക്ഷത്ത്. എന്റെ പക്ഷത്ത്. അവരെല്ലാം ബന്ധിക്കപ്പെട്ടവരായി അവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് എന്ത് ചെയ്തു? ആ ഉത്സവ സ്ഥലത്ത് പിടിച്ചു. ഉത്സവ സ്ഥലത്തെ കയറി എങ്ങനെ പിടിക്കാൻ പറ്റുന്ന അറിയാമോ? ഉപവാസത്തിലൂടെ. നിന്റെ അവകാശം, നിന്റെ നന്മ ഏതെങ്കിലും ഉത്സവ സ്ഥലത്ത്, ഘോഷ സ്ഥലത്ത് ഇന്ന് പകൽക്കാലം ആഘോഷത്തിൽ പിടിപെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപവാസത്തിൽ കൂടെ തിരിച്ചു പിടിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 3 ദിവസം ദാവീദ് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ തന്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോയതിനെ വീണ്ടെടുക്കേണ്ടതിന് അവൻ കടന്നു എന്ന ലക്ഷ്യസ്ഥാനത്ത് അവനെ അവിടെ എത്തിച്ചു. കാരണം എന്നാ? ദൈവത്തിന്റെ ആലോചന വൃഥാവാകത്തില്ല, ദൈവത്തിന്റെ അരുളപ്പാട് വൃഥാവാകത്തില്ല. അവൻ അതിന് വഴി കാണിച്ചു തരും, ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോകും. ആമേൻ. അപഹരിച്ചു കൊണ്ടുപോയത് ഒന്നും ദാവീദിന് ലഭിക്കാതെ ഇരുന്നില്ല. 19-ാമത്തെ വാക്യം. ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കിട്ടാതിരുന്നില്ല. സ്തോത്രം. ദാവീദ് എല്ലാം എന്ത് ചെയ്തു? മടക്കിക്കൊണ്ടുവന്നു. ഒന്നും കിട്ടാതിരുന്നില്ല. നിന്നിൽ നിന്ന് അപഹരിച്ചെടുത്ത നിന്റെ ആരോഗ്യം അത് ദൈവം നിനക്ക് മടക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. മടക്കിത്തരും, മടക്കിത്തരും. നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യമുണ്ടല്ലോ, അത് മടക്കിത്തരും. നിന്നിൽ നഷ്ടപ്പെട്ടു പോയ അഭിഷേകമുണ്ടല്ലോ, അത് കർത്താവ് മടക്കിത്തരും. നിന്റെ ആദ്യ സ്നേഹം അവൻ അപഹരിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് മടക്കിക്കൊണ്ടുവരും. നിന്റെ വെളിച്ചം അവൻ കെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവം അത് മടക്കിക്കൊണ്ടുവരും. നിന്റെ പെൺ പൈതലിനെ മടക്കിക്കൊണ്ടുവരും, നിന്റെ ആൺ പൈതലിനെ മടക്കിക്കൊണ്ടുവരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം യഹോവ നിന്റെ വെളിച്ചമാണെങ്കിൽ ഇരുളിൽ
ഉള്ളിലുള്ളതിനെല്ലാം നീ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ശത്രു അപകരിച്ചത് എന്താണെന്ന് നീ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്, എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഓരോന്നിനും ടിക്കിടാൻ പറ്റും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എഴുതി വെക്കണം. ഇതെല്ലാം എനിക്ക് തിരികെ വേണം എന്ന് എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം എനിക്ക് തിരികെ എൻ്റെ ദൈവം തമ്പുരാൻ തരണം. ഹല്ലേലൂയ. കർത്താവേ, അത് ഇരുളിൻ്റെ ശക്തിയിലാണല്ലോ, അതിനാണ് നിന്നെ ഞാൻ വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏത് കൂരിരുട്ടിലാണെങ്കിലും നിന്റെ നന്മ, ഏത് കൂരിരുട്ടിൽ പിടിച്ച് അവിടെ എന്തെല്ലാം ഘോഷങ്ങൾ നടന്നാലും ഹല്ലേലൂയ, അതിനെ തകർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വലിയതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ദിവസം അടച്ച് ദൈവസ്ഥനെ ആത്മാർത്ഥമായൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അല്പസമയം നമ്മൾ ഒന്നിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ ധൈര്യപ്പെട്. ഹല്ലേലൂയ. നീ ധൈര്യപ്പെടേണ്ടത് മറ്റൊന്നിലുമല്ല. ഇന്ന് ഞാനൊരു നല്ല ഡോക്ടറെയാ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഡോക്ടർ ഫേമസാ. ഹല്ലേലൂയ. അങ്ങനെ ആ ഡോക്ടറെല്ലാം ധൈര്യപ്പെടേണ്ടത് ഇന്ന് പകൽക്കാല സൗഖ്യദായകനായ ദൈവത്തിൽ നീ ധൈര്യപ്പെട്. ഹല്ലേലൂയ. സാമ്പത്തിക വിഷയത്തിൽ നീ ഞെരുങ്ങുന്നുവെങ്കിൽ മുൻപോട്ടുള്ള സ്റ്റെപ്പ് കാണാതെ, വിവാഹം നടക്കാതെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ, വഴി തുറക്കപ്പെടാതെ, ജോലി ഇല്ലാതെ, ആത്മീകത്തിൽ ക്ഷീണിച്ച് കൃപാവരം ജ്വലിപ്പിക്കാൻ കഴിയാതെ ഇന്ന് പലക്കാലം ക്ഷീണിച്ചിരിക്കുന്നവരോട് കർത്താവ് പറയുക, നീ നിന്റെ ദൈവത്തിൽ ബലപ്പെട്. അവൻ നിന്റെ ജീവന്റെ ബലമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ നിന്നെ നിർത്തിയത് ആ ദൈവമാണെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. യഹോവയോട് അരുളപ്പാട് ചോദിക്ക്, അവന് ആലോചന ഇല്ലാതെ വരികയില്ലോ. സിംഹത്തിന്റെ വായിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചില ശക്തികളെ അമർച്ച ചെയ്തിട്ട് നീ വീണ്ടെടുക്കുന്ന പകൽക്കാലമോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവേ, ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവേ. അപ്പാ, ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ നന്മകളുടെ മേൽ ഇന്ന് പകൽക്കാലം ജയത്തിന്റെ കൊടി നാട്ടാൻ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. Praise the Lord. Hallelujah. 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 പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ജീവന്റെ ബലമാണ്. അവിടുന്ന് ഞങ്ങളുടെ രക്ഷയാണ്. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ വെളിച്ചമാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഉപവസിക്കുന്ന, ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യം നൽകി ജയത്തോടെ അങ്ങയുടെ മക്കളെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുന്ന ദിനങ്ങളാകട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം മുഖാന്തരം ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.